ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ജനറൽ റീഡിങ് നോക്കാം. 2025 കഴിയാൻ പോവുകയാണ്, പുതിയൊരു വർഷത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു ജീവിതയാത്ര എങ്ങനെയായിരുന്നു, അടുത്തൊരു വർഷം പുതിയൊരു വർഷത്തിലേക്ക് എന്താണ് നമ്മുടെ പ്രതീക്ഷകൾ, അങ്ങനെയൊക്കെ നോക്കുന്നൊരു റീഡിങ് നോക്കാം. ജനറലായിട്ടാണ്. നമുക്ക് ഓരോരുത്തർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, കൃത്യമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഇത് നമ്മുടെ കറൻറ്റ് ഈ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു എനർജി ആയിരുന്നു. നമുക്കതിന് എന്തായിരുന്നു നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കിയുള്ള ഫാക്ടർ നോക്കാം. ദ ഫൂളാണ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ കടന്നു പോകുന്ന ഇത് ഒക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഇങ്ങോട്ട് കടന്നു പോകുന്നത് എന്ന് നോക്കാം. അത് ഹൈ പ്രീസ്റ്റസ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് എന്താണ് നമ്മൾ പഠിച്ചത് എന്ന് നോക്കാം. 5 ഓഫ് സോർട്സ്. പിന്നെ നമ്മുടെ ഓവറോൾ എനർജി എന്തായിരുന്നു എന്ന് നോക്കാം. പേജ് ഓഫ് സോർട്സ്. പിന്നെ നമ്മളെ ചുറ്റുപാടുള്ളത്, ചുറ്റുമുള്ള ബന്ധുക്കളും മറ്റുള്ളവരും എല്ലാവരും എന്താണ് പറയുന്നത്. 6 ഓഫ് സോർട്സ് ആണ്. നമ്മുടെ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹവും പ്രതീക്ഷയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ടെമ്പറൻസ് ആണ്. നമ്മുടെ ഈ പുതിയ വർഷത്തിലേക്ക് എന്താന്ന് പറഞ്ഞാൽ അടുത്ത മാസം മുതൽ എന്തായിരിക്കും എന്ന് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാം. അത് മജീഷ്യനാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു വർഷം നമ്മൾ എന്തായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ളത് നോക്കുമ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നമ്മുടെ ധനസമ്പാദനത്തിൻ്റെ ഒരു ആശയം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു സംരംഭം തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു കാര്യമായിട്ടൊന്ന് തുടങ്ങാനുള്ളൊരു ഉള്ളിൽ ഒരു സ്പാർക്ക് നമുക്കുണ്ടായി. നമ്മളതിനായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പം അതിന് തടസ്സങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കിയപ്പോൾ ഫുള്ളാണ്. ഇത് നോക്കുമ്പോൾ ഈ ആളുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മളെ സഹായിക്കാൻ പോലും ആരുമില്ല. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിലൊരു നായ മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സിന് മാത്രം വിശ്വസിച്ചുകൊണ്ട് എനിക്കൊരു ഇത് തുടങ്ങണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ ഒരു ഇതുമില്ല, ഇറങ്ങി പുറപ്പെടുകയാണ്. എന്തായാലും ഇതിന് ഞാൻ ചെയ്തു നോക്കാം എന്നുള്ള ഒരു ഇതിൽ. അതിന് നമ്മൾ എന്തിലൂടെ കടന്നു പോകുന്നതെന്ന് വെച്ചപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിവില്ലായ്മ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കുറിച്ചും നമുക്ക് ശരിയായ ഒരു അവബോധം ഉണ്ടായിരുന്നില്ല. പലതും പല രഹസ്യങ്ങളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 5 ഓഫ് സോഴ്സ് ആണ്. ഇത് സ്വന്തം കാര്യം നോക്കണം എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. ഇത് ചിലരുണ്ട്, നമ്മുടെ കാര്യം മാത്രം നോക്കില്ല, മറ്റെല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കും. സ്വന്തം കാര്യം നോക്കാൻ മറന്നു പോകും, അതിന് ശ്രമിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലാതെ വേറെ ആരുണ്ടാവുക, മറ്റുള്ളവർക്കൊന്നും അത്ര ഇതുണ്ടാവിരിക്കില്ല. അപ്പോൾ സ്വന്തം കാര്യം കുറച്ചെങ്കിലുമൊക്കെ നോക്കണം, അതിന് കുറച്ചും കൂടി മുൻതൂക്കം കൊടുക്കണം എന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ട്. നന്നായി ഇത് മുന്നോട്ട് പോവാൻ, എന്ത് വന്നാലും ഞാൻ മുന്നോട്ട് പോകും എന്നൊരു ഊർജ്ജസ്വലതയുണ്ട്, യുവത്വമുണ്ട്, എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അതായിരുന്നു നമ്മുടെ ഒരു എനർജി നമ്മുടെ ഈ ഒരു വർഷമായിട്ട് നമുക്ക് ഓവറോളായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മറ്റുള്ളവരെ, ചുറ്റുപാടുള്ളവരെ എന്താണ് പറഞ്ഞിരുന്നു ചോദിച്ചാൽ 6 ഓഫ് സോഴ്സ് ആണ്. ഇതിപ്പം ഇവർ പലരും പറയുന്നത്, നിനക്കത് ഈ പണി പറ്റിയതല്ല, നീ ഈ പണി ചെയ്യാതെ വേറെ എന്തെങ്കിലും ചെയ്യേ, അല്ലെങ്കിൽ നിനക്ക് ഈ സ്ഥലം പറ്റിയതല്ല, നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോകും. അങ്ങനെ അവരെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു.
നമ്മളത് ഇത് നിനക്ക് ശരിയല്ല എന്ന് എപ്പോഴും അങ്ങനെ ഒരു എനർജി ആയിരുന്നു. നമ്മൾ നമ്മുടേതായ രീതിയിൽ എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എവിടെയും എത്തില്ല എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ഉള്ളിൽ എന്താണ് നമ്മുടെ പ്രതീക്ഷയും ആഗ്രഹങ്ങളും നമ്മുടെ ഒരു ഇത് എന്ന് ചോദിച്ചപ്പം ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ അത് ഉള്ളതിൽ സന്തോഷിച്ച് നമ്മൾ അതിൽ വിശ്വസിച്ച് ഇത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഇതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമുക്കപ്പോൾ ഈ മറ്റുള്ളവർ പറയുന്നതോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമുക്കത് ഇതാവുന്നില്ല. അങ്ങനെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്ത ഒരു മാസം അടുത്ത പുതിയ വർഷത്തിൽ എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു ജഗ്ലിങ്ങിൻ്റെ കാർഡാണ്. നമ്മൾ എന്തൊരു ഇത് തുടങ്ങിയാലും നമ്മൾ ആദ്യത്തെ കുറച്ച് നാൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. നമ്മൾ വരവും ചിലവും എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദ മജീഷ്യനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഒരു പോസിറ്റീവ് കാർഡാണ്. നമ്മൾ എന്തായാലും ഇതിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു, ഉറച്ച ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്, ഉറച്ച ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് മാനിഫെസ്റ്റ് ചെയ്യുക, നമ്മൾ ആക്ഷൻ എടുക്കുക. എല്ലാം പ്രകൃതിയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനാണ് ഈ കാർഡുകൾ നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ എല്ലാ വിഷമങ്ങളും മറികടന്ന് പുതിയൊരു വർഷം ആകും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം. ഈ റീഡിങ് റെസനേറ്റ് ആയൊരു കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓൾ എന്ന ഓപ്ഷൻ വരും, അത് എനേബിൾ ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.